77 സങ്കീർത്തനം. ഞാൻ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കും, അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും. കഷ്ടദിനങ്ങളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു, രാത്രി മുഴുവൻ ഞാൻ കൈവിരിച്ചു പിടിച്ചു, ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല. പ്രിയപ്പെട്ട സൗരങ്ങൾക്ക് ഈ വായിച്ച ഈ വചനം തന്നെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. സങ്കീർത്തനം 77:2, കഷ്ടദിനങ്ങളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു, രാത്രി മുഴുവൻ ഞാൻ കൈവിരിച്ചു പിടിച്ചു, ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനാവുന്നില്ല. ഇങ്ങനൊരു സങ്കടങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടാകാം. സങ്കീർത്തനം 77 ഒന്ന് വായിച്ച് പ്രാർത്ഥിച്ചോ. നിങ്ങളെ ഒത്തിരി സഹായിക്കാൻ പോകുന്ന വചനഭാഗങ്ങൾ ഒന്നാണിത്. മുഴുവനായിട്ടൊന്ന് വായിക്കണം, പ്രാർത്ഥിക്കണം. 4-ാം വാക്യം, കണ്ണ് ചിമ്മാൻ അവിടുന്ന് എന്നെ അനുവദിക്കുന്നില്ല, സംസാരിക്കാനാവാത്ത വിധം ഞാൻ ആകുലാണ്. ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു, പണ്ടത്തെ സംവത്സരങ്ങളെ സ്മരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, സങ്കടപ്പെടുന്ന ഒരു വ്യക്തി ഇങ്ങനെ ചോദിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, കർത്താവേ ഇനി എനിക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട്. 7-ാം വാക്യം, കർത്താവ് എന്നേക്കുമായി തള്ളിക്കളയുമോ? ഇനി ഒരിക്കലും അവിടുന്ന് പ്രസാദിക്കുകയില്ലേ? അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ? അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചോ? കൃപ കാണിക്കാൻ ദൈവം മറന്നുപോയോ? അവിടുന്ന് കോപത്താൽ തൻ്റെ കരുണയുടെ വാതിൽ അടച്ചു കളഞ്ഞു. 9-ാം വാക്യം വരെ 2-3 ചോദ്യങ്ങളാണ് നമ്മളൊക്കെ ചോദിച്ചതുപോലെ. 10-ാമത്തെ വാക്യത്തിൽ ഈ സങ്കീർത്തകൻ ഒരു ഉത്തരം പോലെ, ഒരു പ്രത്യാശ പോലെയൊക്കെ പറയുന്നുണ്ട്. അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണമെന്ന് ഞാൻ പറഞ്ഞു. അതൊരു പ്രാർത്ഥനയും ഒരു വിശ്വാസവും കൂടിയാണ്. കർത്താവെ, ഒരിക്കൽ കൂടി ഷോ യുവർ മൈറ്റ്, ഷോ യുവർ പവർ, അങ്ങയുടെ ശക്തി ഒരിക്കൽ കൂടി എനിക്ക് കാണിച്ചു തരണം, ഇല്ലെങ്കിൽ ഞാൻ ദുഃഖത്തിലായി പോകും. അങ്ങയുടെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം.